അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസത്തെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഒരു ദിവസത്തിൻ്റെ തലേന്ന് രാത്രി നടത്തിയ ഒരു പ്രാർത്ഥന മതിയാകും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബത ഫലാ തുഅബദ് ഫിൽ അർളി അബദ. അല്ലാഹുവേ, ഈ ഒരു ചെറു സംഘത്തെ നീ ഇന്ന് നശിപ്പിക്കുകയാണെങ്കിൽ നാളെ അവരൊരു പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അവരെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഫലാ തുഅബദ് ഫിൽ അർളി അബദ, കാലാകാലം ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആളുകൾ ഉണ്ടാവില്ല എന്ന്. ഇസ്ലാമിക ചരിത്രത്തെ രണ്ട് പാർട്ടാക്കി നമുക്ക് വിഭജിക്കാൻ പറ്റും. ഒന്നാമത്തേത് ബദർ സമരത്തിന് മുമ്പും ബദറിന് ശേഷവും. പ്രിയപ്പെട്ടവരെ, 1445 വർഷങ്ങൾക്ക് മുമ്പാണ് ബദർ സമരം നടക്കുന്നത്. ഞാൻ മനഃപൂർവ്വമാണ് ബദർ യുദ്ധം എന്ന് പ്രയോഗിക്കാത്തത്. എന്തായിരുന്നു ബദർ എന്നത്? തീർച്ചയായും ബദർ ഒരു യുദ്ധം ആയിരുന്നില്ല, ഒരു സമരമായിരുന്നു. അനിവാര്യമായ ഘട്ടത്തിൽ പ്രതിരോധത്തിന് വേണ്ടി തീർത്ത ഒരു സമരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു കാലഘട്ടം. ചരിത്രം വിശദമായി ഇവിടെ പറയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം നാടുവിട്ട്, കുടുംബക്കാരെ വിട്ട്, സമ്പാദ്യങ്ങൾ വലിച്ചെറിഞ്ഞ് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നു ശത്രുക്കൾ. എന്തിൻ്റെ പേരിൽ? വിശുദ്ധമായ ഇസ്ലാമാണ് സത്യം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, നിങ്ങൾ പാവങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ആരെയും ക്രൂശിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തിയതിൻ്റെ പേരിൽ, ഇങ്ങനെ നിരന്തരമായ പീഡനങ്ങളും വേദനകളും സഹിക്കേണ്ടി വന്ന വിശ്വാസികൾ ഗതികെട്ടാണ് പലായനം ചെയ്യുന്നത്. വിശ്വാസികൾ പലായനം ചെയ്തപ്പോൾ ഇട്ടേച്ചുപോയ അവരുടെ സ്വത്ത് ഉപയോഗപ്പെടുത്തുകയും അത് വിശ്വാസികൾക്കെതിരിൽ തന്നെ ഉപയോഗപ്പെടുത്തി അവരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു സാഹചര്യമാണ് ബദറിലേക്ക് നയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വാർത്ത ലഭിക്കുകയാണ്. വിശുദ്ധരായ സ്വഹാബികളുടെ സ്വത്ത് ഉപയോഗിച്ച്, സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് അബൂ സുഫിയാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഷാമിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്നു. വേണമെങ്കിൽ അവരെ കച്ചവടത്തിന് പോകുന്ന വഴിക്ക് പിടിച്ച് വിശ്വാസികളുടെ സ്വത്ത് കണ്ടുകെട്ടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ വളരെ തന്ത്രശാലിയായ അബൂ സുഫിയാൻ ഈ വിവരം അറിയുകയും മറ്റൊരു വഴിയിലൂടെ ഷാമിലെത്തുകയും ചെയ്തു. എന്നാൽ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വലിയ ലാഭവുമായി മടങ്ങുന്ന അബൂ സുഫിയാനെയും സംഘത്തെയും പ്രതിരോധിക്കുകയും അവരിൽ നിന്ന് വിശ്വാസികളുടെ സമ്പാദ്യം പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ നിങ്ങൾ ബദർ ലക്ഷ്യമാക്കി പോകണമെന്ന് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ഓർഡർ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ചരിത്രം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. 300-ൽ ചില്ലാനം സ്വഹാബികളെ ഉള്ളൂ. 70 ആളുകളാണ് അബൂ സുഫിയാനും അവൻ്റെ സംഘത്തിലും ഉള്ളത്. ഇവരിൽ നിന്ന് വിശ്വാസികളുടെ സ്വത്ത് കണ്ടെടുക്കുക എന്നതു മാത്രമാണ് ലക്ഷ്യം. വളരെ ചുരുങ്ങിയ കുതിരകളാണുള്ളത്, ചുരുങ്ങിയ ഒട്ടകങ്ങളാണ്, വേണ്ട വിധത്തിലുള്ള ആയുധങ്ങളില്ല. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ തൊട്ടടുത്ത പ്രദേശമായ ബദറിലേക്ക് പുറപ്പെടുകയാണ്. വളരെ തന്ത്രശാലിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബൂ സുഫിയാനെ കുറിച്ച്. അദ്ദേഹം ഈ വിവരം അറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ സംഘം തങ്ങളെ പിടിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ മറ്റൊരു റൂട്ടിലൂടെ മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്.
സാധാരണ ഓർഡിനറി വേ അദ്ദേഹം മാറ്റിവെക്കുകയാണ്. ഏതായിരുന്നാലും അബൂ സുഫിയാൻ തങ്ങൾ മക്കയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ദൂതനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്. ലംലം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇങ്ങനെ ഈ ലംലം സഞ്ചരിച്ചിരുന്ന കുതിരയുടെ മൂക്ക് ചെത്തുകയും ലംലമിന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭീതിതമായ സാഹചര്യമാണ് അവിടെ അബൂ സുഫിയാൻ ഉണ്ടാക്കുന്നത്. ഏതായാലും ലംലം മക്കയിലെത്തുന്നു. അബൂജഹൽ ഉൾപ്പെടെയുള്ള ഖുറൈശി പ്രമുഖരെ വിഷയമറിയിക്കുന്നു. നമ്മുടെ കച്ചവട സംഘത്തെ പിടികൂടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഖുറൈശികൾക്കിടയിൽ ഉണ്ടായി എന്നാണ്. ഒന്ന്, നമ്മുടെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തുക എന്നത്. മറ്റൊന്ന്, നമ്മുടെ സംഘത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും അനുയായികളെയും ആക്രമിക്കുക എന്നത്. ഏതായാലും അബൂ സുഫിയാൻ മക്കയിൽ തിരിച്ചെത്തി, സേഫായി. ഇനി ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം രൂപപ്പെട്ടു. ഈ സമയത്ത് അബൂജഹൽ എന്ന് പറയുന്ന ഖുറൈശികളുടെ നേതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, അവൻ പറഞ്ഞു, ഇല്ല, യുദ്ധം നിർബന്ധമായും നമ്മൾ ചെയ്യണം. നമുക്കെതിരിൽ നമ്മുടെ കച്ചവട സംഘത്തെ പിടികൂടാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ പ്രതിരോധിക്കേണ്ടത് നിർബന്ധമാണ്. ഭീരുക്കളായി ആരും ഇവിടെ ഇരിക്കരുത് എന്നാണ്. ചരിത്രത്തിൽ കാണാം, യുദ്ധത്തിലേക്ക് പോവാതെ അതിനൊന്നും നിൽക്കാതെ മാറി നിന്ന ചില ആളുകളുടെ വീടിന് മുമ്പിൽ പോയി കർപ്പൂരം കത്തിച്ചുകൊണ്ട് അബൂജഹൽ പറഞ്ഞു അത്രേ, നിങ്ങൾ മയ്യത്തുകളെ പോലെ ശവങ്ങളെ പോലെ കിടന്നോളൂ എന്ന്. അഭിമാനം ഭയന്നുകൊണ്ട് അവരും യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ്. ഏതായാലും ഒരു പ്രതിരോധത്തിന് വേണ്ടി പുറപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 300-ൽ പരം അനുയായികൾ എത്തിപ്പെടുന്നത് വലിയ ഒരു സമരത്തിലേക്കാണ്. അവിടെ ശത്രുഭാഗത്തുണ്ടായിരുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. അഥവാ വിശ്വാസികളുടെ 2 ഇരട്ടി ആളുകൾ. അവർക്ക് മതിയായ ഒട്ടകങ്ങളുണ്ട്, മതിയായ കുതിരകളുണ്ട്, പരിചകളുണ്ട്, വാളുകളുണ്ട്, യുദ്ധത്തിനുള്ള സർവ്വസന്നാഹങ്ങളുമുണ്ട്. ഇവരോടാണ് 300-ൽ പരം വരുന്ന വിശ്വാസികൾക്ക് പോരാട്ടം നടത്താനുള്ളത്. ഇങ്ങനെ ഒരു സമരം, ഒരു യുദ്ധം രൂപപ്പെടുകയാണ് ബദർ എന്ന് നമുക്ക് പറയാം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധത്തിന്റെ തലേന്ന് ഇതൊരു യുദ്ധമായി മാറുന്നു എന്നുള്ള സമയത്ത് സ്വഹാബികളെ വിളിച്ചു വരുത്തി എന്നതാണ് ചരിത്രം. അവരോട് ചോദിച്ചു, നാളെ ഒരു യുദ്ധത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്, അനിവാര്യമായ ഒരു പ്രതിരോധം. നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടത് ഇതിനു വേണ്ടി ആയിരുന്നില്ല. നമ്മളുടെ തീരുമാനം ഒരു കച്ചവട സംഘത്തെ പ്രതിരോധിക്കുക മാത്രമാണ്. നമ്മുടേതു തന്നെയായ സമ്പാദ്യം അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ 2 ഇരട്ടി വരുന്ന ഒരു സമൂഹത്തെ, അവരെ നേരിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. എന്താണ് ചെയ്യേണ്ടത്? ഒരു നേതാവ് ഏതു ഘട്ടത്തിലും തന്റെ അനുയായികളോട് ചർച്ച ചെയ്യണം എന്നുള്ള വലിയ സൂചനയാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയുണ്ടാകുമ്പോൾ ആ കൽപ്പന നടപ്പിൽ വരുത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോകാമായിരുന്നു. എന്നിട്ട് പോലും തന്റെ അനുയായികളോട് ഇവിടെ നാം എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്ന് ചർച്ച ചെയ്യുകയാണ്. മക്കയിൽ നിന്ന് തങ്ങളോടൊപ്പം ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളായ സ്വഹാബികൾ പറഞ്ഞു, തങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? തങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഒരു ഭയവും വേണ്ട, തങ്ങളോടൊപ്പം സർവാത്മന ഞങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് യുദ്ധത്തിലേക്ക് കടക്കാം, സമരത്തിലേക്ക് നീങ്ങാം, പ്രതിരോധത്തിലേക്ക് നീങ്ങാം. നബി തങ്ങൾ പറഞ്ഞു, എനിക്കറിയേണ്ടത് അൻസ്വാരികളായ സ്വഹാബികളെ കുറിച്ചാണ്. അവരുടെ നാട്ടിലേക്കാണ് നമ്മൾ അഭയം തേടിയെത്തിയത്. നമുക്കെല്ലാ നിലക്കും അവർ അഭയം നൽകി, നമ്മളെ വിശ്വസിച്ചു. അവർ നമ്മോടൊപ്പം ഈ സമരത്തിലെത്തിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായം എനിക്ക് കേൾക്കണം. അൻസാരികളായ സഹാബികൾ, മദീനക്കാർ പറഞ്ഞു, നബിയെ, തങ്ങൾ ആ കാണുന്ന അറബിക്കടലിലേക്ക് എടുത്തു ചാടാൻ പറയേണ്ട താമസം ഞങ്ങൾ എടുത്തു ചാടും. ഏതു പ്രതിസന്ധിയിലേക്കും നിങ്ങൾ പോകൂ എന്ന് തങ്ങൾ കൽപ്പിക്കേണ്ട താമസം ഞങ്ങൾ ചെയ്യും. ഒരു ഭയവും വേണ്ട, ഞങ്ങൾ അൻസാറികൾ 100% തങ്ങളോടുകൂടെ നിൽക്കും എന്നതിൽ സംശയം വേണ്ട. ഇങ്ങനെ
ഒരു നേരത്തെ ഒരു പ്ലാൻഡായ ഒരു വാർ ആയിരുന്നില്ല ബദർ എന്നത്. മറിച്ച് എത്തിപ്പെട്ട ഒരു സാഹചര്യം യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വലിയ സഹായം നൽകി ബദറിൽ സഹായിച്ചു. തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ. ഈ ഒരു സമൂഹത്തെ ബദറിൽ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നാളെ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ജനങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബദറിന് ശേഷമുള്ള ഇസ്ലാമും ബദറിന് മുമ്പുള്ള ഇസ്ലാമും വലിയ വ്യത്യാസമുണ്ട് എന്നത്. ബദറിന് ശേഷം വിശ്വാസികൾക്ക് വലിയ ഒരു ഊർജവും ആവേശവും ഉണ്ടായിട്ടുണ്ട് എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി ബദറിനെ നമുക്ക് കണക്കാക്കാം എന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബദർ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളിൽ മറ്റൊന്ന് അചഞ്ചലമായ വിശ്വാസമാണ്. നമ്മൾ വിശ്വാസിയാണ് എന്ന് പറയുന്നതോടൊപ്പം ഈ മതത്തിന്റെ ചിട്ടകൾ നിർവഹിക്കുന്നതിൽ, മതത്തിന്റെ സംസ്കാരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ താല്പര്യവും ഒരു പ്രത്യേക ആവേശവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾ ഇറങ്ങിച്ചെല്ലേണ്ടത് അടർക്കളത്തിലേക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ വാളിന്റെ വെട്ടേറ്റു മരണപ്പെടും, നിങ്ങളുടെ അവയവങ്ങൾ നഷ്ടപ്പെടും, കുടുംബത്തിലേക്ക് തിരിച്ചു പോവാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുണ്ടായിട്ട് പോലും അടർക്കളത്തിലേക്ക് എടുത്തു ചാടാൻ സ്വഹാബികൾ തയ്യാറായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. വിശ്വാസികളായ സ്വഹാബികളെ, നിങ്ങൾ വേഗത്തിൽ ചെല്ലേണ്ടത് റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കാണ്, റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കാണ്, ആകാശഭൂമികൾ വിശാലമായ സ്വർഗത്തിലേക്കാണ്. ഈ സമയത്ത് ഒരു സ്വഹാബി വര്യൻ ഒരു ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം തന്റെ ഈത്തപ്പഴത്തിന്റെ കൊട്ടയിലേക്ക് തന്നെ എറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ മധുരം നുണയാൻ ഞാൻ ഇനിയും അവസരം കണ്ടെത്തിയാൽ നാളെ എനിക്ക് തങ്ങൾ ഓഫർ ചെയ്ത സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ആലോചിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ സമയം തന്നെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അചഞ്ചലമായ വിശ്വാസം വിശ്വാസികളായ നമ്മളിൽ ബദർ കണ്ടുകൊണ്ട്, ബദറിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടുണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന് നേതാവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നേതാവിനെ ഏതു സാഹചര്യത്തിലും പൂർണ്ണമായി വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് ബദർ നൽകുന്ന വലിയ ഒരു പാഠമാണ്. മറ്റൊന്ന് അഹങ്കാരം ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റിവെക്കുക എന്നതാണ്. അബൂജഹല് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ബദറിലാണ് വധിക്കപ്പെടുന്നത്. അബൂജഹലിന് വലിയ ശക്തിയുള്ളയാളാണ്, വലിയ സമ്പാദ്യമുള്ളയാളാണ്, യുദ്ധത്തിന്റെ വിവിധങ്ങളായ ക്രിയകൾ കൃത്യമായി പഠിച്ചു വെച്ച ഒരു വീരശൂര പരാക്രമിയാണ്. എങ്കിൽ പോലും അവന്റെ അഹങ്കാരം അവസാനിക്കുകയായിരുന്നു ബദറിൽ. 2 കുട്ടികളാണ് അബൂജഹലിനെ ബദറിൽ വകവരുത്തിയത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്തു തന്നെയായാലും വിശ്വാസികളെ, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വകവരുത്തണം എന്നുള്ള അഹങ്കാരമാണ് അവിടെ പതറിപ്പോയത്. ഏതായിരുന്നാലും ഇങ്ങനെ ബദർ നൽകുന്ന ഒരുപാട് പാഠങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും 1445 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സന്ദർഭത്തിലും ബദറിനെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഈ അനുസ്മരണം തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ ബദറും നമുക്ക് നൽകുന്ന പാഠം അചഞ്ചലമായ വിശ്വാസമാണ്, അടിയുറച്ച ആത്മസംസ്കരണമാണ്, നേതാവിനെ അംഗീകരിക്കലാണ്, ഓരോ സമയത്തും വിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകലാണ്. അങ്ങനെ ഈ ബദറിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ബദരീങ്ങളെ കുറിച്ച് ധാരാളം പഠിച്ചുകൊണ്ട്, അവരുടെ അസ്മാഉകൾ പാടിപ്പറഞ്ഞുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ മുൻകാലക്കാരായ ആളുകൾ നേടിയെടുത്തിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബദരീങ്ങളെ എന്നാണ് അവർ വിളിക്കാറുള്ളത്. അവർ നമ്മളെ അള്ളാഹു നൽകിയ പ്രത്യേകമായ സഹായം കൊണ്ട് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷ നമ്മളിലും ഉണ്ടാവേണ്ടതുണ്ട്. ബദരീങ്ങളെ ഇടതേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ വേണം. ബദർ തവസ്സുൽ ബൈത്തുകൾ നമ്മൾ പതിവാക്കണം. ബദരീങ്ങളുടെ അസ്മാഉകൾ ചൊല്ലണം. ബദർ മൗലിദുകൾ സംഘടിപ്പിക്കണം. എല്ലാത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബദരീങ്ങളുടെ സഹായം എല്ലാ സമയത്തും, പ്രത്യേകിച്ച് നമ്മൾ മരണഘട്ടത്തിൽ ആഖിബത്തിന്റെ സമയത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഒരു തവസ്സുൽ ബൈത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദാഹമൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.